അപ്പോൾ ഇതാണ് ബുക്ക് ഷെൽഫ് പാറ്റേണിലുള്ള സ്പീക്കർ അല്ലേ? 8 ഇഞ്ച് ബുക്ക് ഷെൽഫ് പാറ്റേണിൽ വരുന്ന. ഈ ബുക്ക് ഷെൽഫ് എന്ന് പേര് വരാൻ കാര്യം എന്താണ്? ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സൈസിൽ ഈ ടോണുകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കാൻ പറ്റുന്ന ഒരു ഇത്. അതായത് ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സെറ്റപ്പിൽ ഇരുന്ന് കേൾക്കാനുള്ളതാണ്. അപ്പോൾ എപ്പോഴും കോമ്പാക്ട് സൈസ് ആയി, ഒരുപാട് സൈസി ആയി പോകരുത്. ഇതിൻ്റെ നമ്മുടേതായ ഒരു ഗാർഡിങ് കൊടുക്കാൻ പോകണം. ഗാർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ പിടിക്കാതിരിക്കാനും പൂപ്പല പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡിങ് ആണ്. ആ കോമ്പൗണ്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗാർഡിങ് ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് തോന്നുന്നല്ലേ? ഓക്കെ. ഓൾറെഡി ഈ ഒരു കണ്ടീഷനിൽ തന്നെ അത്യാവശ്യം കിട്ടുമെങ്കിൽ പോലും ഇതുകൂടി വരുമ്പോൾ ഇത്രയും കൂടുതൽ ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു എൻക്ലോഷറിൽ വിനയിലെല്ലാം ഒട്ടിച്ച് ദാണ്ടെ ഈ ഒരു ഭംഗിയുള്ള രൂപത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ സ്പീക്കേഴ്സ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഓഡിയക്സിൻ്റെ സബ് വൂഫർ നമ്മളത് റേറ്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, എത്ര വരും ചെയ്തു വരുമ്പോൾ? ഈ ആ ഒരു സബ് വൂഫർ എൻക്ലോഷർ അടക്കം ഏകദേശം. ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു സെലിബ്രേഷൻ്റെ ഒരു മൂഡും കഴിഞ്ഞ് നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് കരുതുകയാണ്. നമ്മുടെ ഈ 2024 കടക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഈ ഒരു വർഷം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പുതുവർഷ സ്പെഷ്യൽ എപ്പിസോഡായ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ആയിട്ട് അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പോകുന്നത് സൗണ്ട് വേവ് ഓഡിയോസിന്റെ ഉടമയായ ശ്രീ സജിത്തിന്റെ വീട്ടിലാണ്. നിങ്ങളിൽ ചില പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പീക്കേഴ്സ് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റംസ് ഞങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? ഇത് നമുക്ക് സബ് വൂഫേഴ്സിൽ സാധ്യമാണോ, അല്ലെങ്കിൽ 3-വേ സ്പീക്കേഴ്സിൽ സാധ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. സോ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പോകുന്നത് 10 ഇഞ്ചിൻ്റെ സബ് വൂഫറും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ 3-വേ സ്പീക്കേഴ്സിൻ്റെയും അസംബ്ലിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആണ് കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഇന്നത്തെ ഒരു കാഴ്ചയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ ബോക്സിൻ്റെ ഓൾറെഡി ഇതിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടിരിക്കണം. ഫിനിഷായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ചേമ്പർ കൂട്ടി അതിൻ്റെ മേളിൽ ഫില്ലറുകളിട്ട് സീലറും ഇട്ട് സ്പ്രേ ഗ്രേഡിൽ ഫിനിഷ് ചെയ്ത് പേപ്പർ പിടിച്ച് വെച്ചേക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ നമ്മുടേതായ ഒരു ഗാർഡിങ് കൊടുക്കാൻ പോകണം. ഗാർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ പിടിക്കാതിരിക്കാനും പൂപ്പല പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡിങ് ആണ്. ആ കോമ്പൗണ്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗാർഡിങ് ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് തോന്നുന്നല്ലേ? ഓക്കെ. ഓൾറെഡി ഈ ഒരു കണ്ടീഷനിൽ തന്നെ അത്യാവശ്യം കിട്ടുമെങ്കിൽ പോലും ഇതുകൂടി വരുമ്പോൾ ഇത്രയും കൂടുതൽ ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കെന്നാൽ അതിലേക്ക് പോവാം. ഓക്കെ. അപ്പം ഞാൻ മാസ്ക് ഒന്ന് വെക്കുകയാണ്. എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മാസ്ക് വെക്കണം. ഇത് സ്പ്രേയുടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. ആണല്ലേ? ഓക്കെ. ഈ ഒരു വീഡിയോ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനലിലെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സബ് വൂഫറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിമാണ്.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ വിനൈൽ ഇത് ഒട്ടിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നത് സബ് വൂഫറിൻ്റെ എൻക്ലോഷറാണ്. അപ്പം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വിനൈൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ദാ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തൊട്ടിച്ചു തുടങ്ങുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റേ സബ് വൂഫറും അതുപോലെ തന്നെ 3-way സ്പീക്കേഴ്സുമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷകൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് കമ്പനിയുടെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻലി ഇത് യൂസ് ചെയ്യുന്ന ഡ്രൈവറുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു ചോദ്യം ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യമാണ്. അപ്പം അത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇതിന് നമ്മൾ സബ് വൂഫറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓഡിയോക്സിൻ്റെ 150 വാട്ട് നോർമലും 300 വാട്ട് മാക്സിമം എന്ന് പറയുന്ന സബ് വൂഫറാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. 10 ഇഞ്ചസിൽ സിംഗിൾ മാനറ്റാണ് വരുന്നത്, നോർമൽ ഡയഫ്രാണ് വരുന്നത്, പേപ്പർകോൺ ടൈപ്പിലുള്ള. അപ്പോൾ ഏകദേശം ഒരു 3000 ആ സെഗ്മെൻറ്റിലൊക്കെയാണ് അതിൻ്റെ പ്രൈസിങ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെയുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന സ്പീക്കേഴ്സ് അത് 6.5 ഇഞ്ചസിൻ്റെ സിപ്പിൻ്റെ 80 വാട്ട് മാക്സിമം 50 വാട്ട് നോർമൽ എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. അതിൻ്റെ തന്നെ ക്രോസ് ഓവർ ഡൂഗി സൗണ്ടിൻ്റെ 3-way ക്രോസ് ഓവറും സിപ്പിൻ്റെ തന്നെ മിഡ് റേഞ്ച് സിപ്പിൻ്റെ തന്നെ ബുള്ളറ്റ് ടൈപ്പിലുള്ള ട്യൂട്ടറുമാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ വഴി തന്നെ നേരത്തെ നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സൊക്കെ കാണിച്ചിരുന്നു. അപ്പം അതിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് നമ്മളിപ്പം അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 3-way നമ്മുടെ സബ് വൂഫർ അതുപോലെ 3-way സ്പീക്കേഴ്സിനും ഉള്ളത്? പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ സാധാരണക്കാരൻ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 3-way സ്പീക്കർ സിസ്റ്റം. 3-way എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഹൈ എൻഡ് സ്പീക്കർ സിസ്റ്റം അല്ല, ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു, പ്രത്യേകിച്ചും ഒരു ബഡ്ജറ്റൊക്കെ ഇട്ട് നോക്കുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ളൊരു അത് തന്നെ വ്യക്തികൾക്ക് പറ്റിയ സംഭവം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മൾ വിനയിൽ ഒട്ടിച്ചിട്ട് നോക്കുമ്പോൾ കാണാൻ എയർ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹീറ്റ് ചെയ്ത് അകത്തുള്ള എയർ ബബിൾസ് കളയുന്ന ഒരു പ്രോസസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് ഈ എൻക്ലോഷറിൻ്റെ എല്ലാ സൈഡുകളും നമ്മൾ ഒട്ടിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വിനയിൽ ഒട്ടിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ആ ഒരു ഏരിയയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ടച്ചപ്പാണ് അല്ലേ, ഹീറ്റ് ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് തന്നെ സ്പീക്കർ പിടിപ്പിക്കുക എന്നുള്ളതല്ലേ? സ്പീക്കർ പിടിപ്പിക്കുന്നതിന് മുമ്പ് ഡാമി മെറ്റീരിയൽസ് ഇടണം. ഇതാണ് ഓക്കെ ഡാമി മെറ്റീരിയൽസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സ്പീക്കർ പിടിപ്പിക്കണം. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സാധാരണ ഒരു വീട്ടിൽ ഉപയോഗിക്കാമല്ലോ. പിന്നെ സാധാരണ വീട്ടിലേക്കുള്ളതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു 2.1 സിസ്റ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള
ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റൂമിൽ വെക്കാൻ പാകത്തിനുള്ളതാണോ അതൊരു ഹോളിൽ വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതാണോ ഇതെങ്ങനെയാണ്? ഇത് നമുക്ക് ഒരു 300 സ്ക്വയർ ഫീറ്റ് വരുന്ന റൂമിലോ ഹോളിലോ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. പേഴ്സണലി റൂമിൽ പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രോഗ്രാംസിന് പറ്റിയ ഒരു സെറ്റപ്പ് അല്ല ഇത്. അല്ല ഇത് ഒന്നാമത് മെയിൻലി ഇത് ഞാൻ എന്താ ചോദിക്കാൻ കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ഓഫറിൻ്റെ ആ ഒരു സൈസൊക്കെ കാണുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ചിന്ത വരുവേ. ഇത് 10 ഇഞ്ച് ഡ്രൈവറാണ്. 10 ഇഞ്ച് ഡ്രൈവർ പ്രോഗ്രാം ഹാൻഡ്ലിങ്ങിനുള്ള ഡ്രൈവർ അല്ല. ഓക്കെ ഓക്കെ. ചെറിയൊരു വീട്ടിലേക്കുള്ള പർപ്പസിന് വേണ്ടിയുള്ള ഡ്രൈവറാണ്. ഓക്കെ. ഇപ്പം നമ്മളിപ്പം ഈ ഒരു ഘട്ടത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആംപ്ലിഫയർ കണക്ട് ചെയ്യുമല്ലോ. അപ്പം ഇതിന് ഐഡിയൽ ആയിട്ടുള്ള എത്ര വാട്ടിൻ്റെ ആമ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? 100 അതിൽ വെക്കുന്ന ഡ്രൈവറെ പുറത്തിരിക്കും. അതെ, എന്നാലും ഡ്രൈവർ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രൈവർ ഓഡിയോ എക്സിൻ്റെ 10 ഇഞ്ച് സബ്വൂഫറാണ്. ഞാൻ ചോദിക്കാൻ കാര്യം നമ്മളിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അതിന് വരുന്ന വാട്ടേജ് എന്ന് പറഞ്ഞാൽ നോർമല് 150, മാക്സിമം 300. അപ്പോൾ 200 വാട്ടിലുള്ള ഒരു ആംപ്ലിഫയർ സ്റ്റേജ് ധാരാളമാണ്. ഓക്കെ. 100 മുതൽ അതിൽ കൊടുക്കാനും പറ്റും. മിനിമം നമ്മൾ 100 ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? മിനിമം 100 മുതൽ ഒരു 200, 150, 200 ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് നല്ല ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് വരും. സ്പീക്കറിൻ്റെ ഓളിയം തുറക്കരുത്, പക്ഷേ സ്പീക്കറിന് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു എൻക്ലോഷറിൽ വിനയിലെല്ലാം ഒട്ടിച്ച് ദാണ്ടെ ഈ ഒരു ഭംഗിയുള്ള രൂപത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ സ്പീക്കേഴ്സ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ 3-way സ്പീക്കേഴ്സിലേക്ക് കടന്നല്ലോ. അപ്പോൾ ഇത് എത്ര വരും നമ്മൾ ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ്? ഇതിൻ്റെ പെയറിന് ഏകദേശം 10 മുതൽ 12 രൂപയ്ക്കുള്ളിൽ 11 രൂപ 12 അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ സബ്വൂഫർ കണ്ടു. എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് സ്പീക്കറിൻ്റെ പ്രത്യേകത? ഏത് ടൈപ്പ്? ഈ 3-way സ്പീക്കറിൻ്റെ? അതെ. 3-way സ്പീക്കർ ഓൾറെഡി ഞാൻ പറഞ്ഞേക്കണതാണ്. 3-way അതായത് എങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംഗീതത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ഫ്രീക്വൻസീസ് ആയിട്ട് തിരിക്കാം. അതായത് ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്പീക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് 3-way എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു സ്പീക്കറിൽ ഇപ്പോൾ മിഡ് ഫ്രീക്വൻസി വരുന്ന സമയത്ത് ചിലപ്പോൾ ലോ ഫ്രീക്വൻസി കൊടുക്കുന്ന സമയത്ത് ആ മിഡ് ഫ്രീക്വൻസി വൈപ്പ് ഔട്ടായി പോകാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡിസ്റ്റോർഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവേഴ്സ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ ഡ്രൈവറിന് മാക്സിമം എഫിഷ്യൻസി അവിടെ കൊടുക്കാൻ പറ്റും. അതിനാണ് അത് 3-way ആയിക്കോട്ടെ, 2-way ആയിക്കോട്ടെ, 4-way ആയിക്കോട്ടെ, 5-way ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ബാൻഡുകൾ മാറ്റി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്? ഇതിൽ ഊഫർ 6.5 ഇഞ്ചിൻ്റെ സിപ്പിൻ്റെ ഊഫറും അതുപോലെ തന്നെ അവരുടെ തന്നെ 4 ഇഞ്ചസ് കോൺ വരുന്ന മിഡ് റേഞ്ചും അവരുടെ തന്നെ ബുള്ളറ്റ് ടൈപ്പിലുള്ള ട്യൂട്ടറുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു ബോക്സിന് വേണ്ടി തിരഞ്ഞെടുത്തേക്കണ അതാണ്. 8 ohmസിലാണ് അതിൻ്റെ കോൺഫിഗറേഷൻസ് വരുന്നത്. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് കൂടുതലും ഇപ്പം ഈ ഒരു 3-wayയിലേക്ക് ആളുകൾ തിരിയുന്നത്. 3-wayയിലേക്ക് ഇപ്പോഴല്ലേ, പണ്ട് മുതലേ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് 3-way. പക്ഷേ 3-way എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡിമാൻഡ് വന്നു തുടങ്ങിയിട്ടില്ലേ? ഒരു കാലഘട്ടങ്ങളിൽ ഹോം തിയേറ്റർ ആയിരുന്നു. വീണ്ടും ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചു വന്നു. കാരണം സൗണ്ടിൻ്റെ സംഗീതത്തിൻ്റെ ആസ്വാദനം കിട്ടണമെങ്കിൽ സ്റ്റീരിയോ സിസ്റ്റങ്ങളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞവർ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ ഹോം തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവി കാണാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഉതകുന്ന തരത്തിലുള്ള സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന ഈ ഓഡിയക്സിൻ്റെ സബ്വൂഫർ
നമ്മളത് റേറ്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, എത്ര വരും ചെയ്തു വരുമ്പോൾ? ഈ ആ ഒരു സബ് വൂഫർ എൻക്ലോഷർ അടക്കം ഏകദേശം 7,000 രൂപ അടുപ്പിച്ച് വരും. 6,500 7,000 രൂപയോളം വരും. അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ജോഡി വരുമ്പോൾ ഏകദേശം 18 രൂപയോളം വരും. ഇത് കോംബോ ആയിട്ടാണ് നമ്മൾ കോംബോ ആയിട്ട് വരുമ്പോഴത്തേക്കും 18 രൂപ വരും. 18 രൂപ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2.1 സെറ്റപ്പിൽ ഈ ഒരു വൂഫറും അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറും നമുക്ക് 18,000 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും ഒരു ഫിനിഷിങ്ങിലൂടെ ഇതിൽ നമ്മൾ ആംപ്ലിഫയറും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചാർജസ് എക്സ്ട്രാ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെയധികം ഒരു പെർഫെക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം ഈ ഒരു വിനയൻ ഷീറ്റ് ഒട്ടിക്കുന്ന സമയത്ത് പോലും നമ്മൾ അത്ര കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വുഡൻ ഒരു ടച്ചപ്പ് നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ നമുക്കത് വിസിബിളാണ്. അപ്പോൾ നമ്മളിനി ഇതിൽ യൂസ് ചെയ്യുന്ന ആമ്പ് അത് അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു 100 മുതൽ ഒരു 500 വാട്ട് വരെ അല്ലേ വരെ സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 300 വാട്ട്സ് യെസ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ആംപ്ലിഫയർ ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്? ബ്രാൻഡഡ് ആംപ്ലിഫയർ നോക്കുവാണെങ്കിൽ 2.1 കാറ്റഗറിയിൽ വരുന്ന ഈ റേറ്റഡ് പവറിലുള്ള ആംപ്ലിഫയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ല ഇനിയിപ്പോൾ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000 മുതൽ ഒരു 12,000 13,000 രൂപ വരെ ആ റേറ്റിലുള്ള ആംപ്ലിഫയറുകൾ ഇതിന് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 4,000 രൂപയ്ക്കും 3,000 രൂപയ്ക്കൊക്കെ കിട്ടുന്ന 2.1 ആംപ്ലിഫയറുകൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ യഥാർത്ഥമായുള്ള കോൺഫിഗറേഷനിൽ ചെയ്തെടുക്കുമ്പോൾ അത്രത്തോളം എക്സ്പെൻസ് നമുക്ക് മുടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുടക്കുന്നതനുസരിച്ച് ഒരു ക്വാളിറ്റി എന്തായാലും നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇതിൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടിയാണ്. അവിടെ ഇരുന്നോളൂ സാധനം വർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു മ്യൂസിക് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ ഈ ഒരു സ്പീക്കർ കാണുമ്പോൾ നല്ല പെർഫെക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എത്ര ദിവസം എടുത്തു ഈ ഒരു മോൾ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ആയിട്ട്? ബോക്സ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ദിവസത്തെ വർക്കാണ്. 2-3 ദിവസം കണ്ടിന്യൂസ് വർക്ക് ആയിരിക്കും. കണ്ടിന്യൂസ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പാറ്റേണിന്റെ ഫിനിഷിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മണിക്കൂറുകളെടുത്ത് സമയമെടുത്ത് ഉണ്ടാക്കിയാണ്. കാരണം പലർക്കും ഞാനിത് ചോദിക്കാൻ കാര്യം വെച്ചാൽ പലർക്കും ചോദിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ വേണം എന്നുള്ള രീതിയിലുള്ള ശരിയാണ്. പക്ഷെ ഒരുപാട് വ്യത്യസ്തമായിരിക്കും കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നല്ല എവിടെ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീക്കർ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഡിസൈൻ ചെയ്യാണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ചെയ്തു തരുന്നവരുടെ ആ ഒരു എഫേർട്ടിന് നിങ്ങളൊന്ന് മാനിക്കണം. കാരണം നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് തരികയല്ല. കാരണം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഇപ്പം ഈ ഒരു പാറ്റേൺ തന്നെ നോക്കുമ്പം ഇത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് പ്രത്യേകിച്ചും ഈ ഒരു ഡിസൈനിലൊക്കെ കട്ട് ചെയ്ത് എടുക്കാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മണിക്കൂറുകൾ അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇത് മാനിക്കണം എന്ന് ഞാൻ ഈ ഒരു സമയത്ത് ഓർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 3 ദിവസം 4 ദിവസം ഒക്കെ എടുത്തിട്ടാണ് ഈ കാണുന്ന ഇത്രയും ഒരു പെർഫെക്ഷൻ്റെ സാധനം എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പീക്കറിൻ്റെ ഫസ്റ്റ് സെറ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ബ്ലാക്ക് വയ്ക്കാൻ? നമ്മൾ നേരത്തെ കണ്ടത് വേറൊരു പാറ്റേൺ ആയിരുന്നല്ലോ. ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡ്രൈവേഴ്സ് എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് ആ ബ്ലാക്കിലങ്ങ് കൊടുക്കണം, ആ ഒരു യൂണിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കട്ടിങ്ങിനുള്ള ആ പാകത്തിൽ നമ്മളത് ഹീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പോർഷൻസ് കട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ 3-വേ സ്പീക്കർ നമ്മൾ ഈ സൗണ്ട് സിസ്റ്റത്തിൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ട പണിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സിപ്പിൻ്റെ അല്ലേ പിടിപ്പിക്കുന്നത്? അതെ. ഓക്കെ. നമ്മൾ ഈ ഒരു സ്പീക്കറിൻ്റെ നമ്മൾ വെക്കാൻ റീസൺ എന്താണ്? ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണ്? ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ബഡ്ജറ്റിൽ
നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ലോക്കൽ സ്പീക്കേഴ്സിന് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ മെയ്ഡ് സ്പീക്കേഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെ ഇവരുടെ തന്നെ എല്ലാ ഡ്രൈവേഴ്സും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ സജിത്തെ, ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? അതായത് നമ്മുടെ ഊഫറും അതുപോലെ തന്നെ 3-way സ്പീക്കേഴ്സും. എന്താണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണല്ലോ ഇത്രയും അധികം ആളുകളിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയത്. അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം എന്താണ് വേണ്ടതെന്നൊരു ഐഡിയ ആദ്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനെ ഒരു ബഡ്ജറ്റ് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ എനിക്ക് ഇന്നൊരു സിസ്റ്റം വേണം, ഇന്നൊരു ബഡ്ജറ്റ് ഉണ്ട്, അപ്പോൾ ആ രീതിയിൽ എങ്ങനെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ആയിട്ട് വന്നാൽ എനിക്ക് എളുപ്പമുണ്ടായിരിക്കും. അല്ല പലരും ചെയ്യണമെന്ന് വെച്ചാൽ പല പല കാറ്റഗറീസ് ചോദിച്ചുകൊണ്ടേ അത് അവരുടെ സമയവും നമ്മുടെ സമയവും നഷ്ടമാണ്, എന്നുവെച്ചാൽ കൺഫ്യൂഷനും ആവും. അപ്പോൾ ആദ്യം തന്നെ സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഫ്രീ ആണെങ്കിൽ ഫോൺ എടുക്കും. ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ആയിരിക്കും നല്ലത്. ഫ്രീ ടൈമിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അസംബ്ലിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, വീണ്ടും അത് കൺക്ലൂഷനിലായതുകൊണ്ട് നമ്മൾ ഓർപ്പിക്കുകയാണ്. കാരണം പലരും വിചാരം നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കിട്ടും എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര ദിവസം എടുത്തു ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചത്. ഇപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ 2 ബോക്സസ് തീരാൻ ഒരു 3 days കണ്ടിന്യൂസ് വർക്ക് ഉണ്ട്. ഈ 2 ബോക്സസ് തീരണമെങ്കിൽ ഈ ഒരു ബോക്സ് ഈ സബ് വൂഫർ. പ്രത്യേകിച്ച് സജിത്തിൻ്റെ കണ്ണൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഉറക്കം നിന്നൊക്കെയാണ് ചെയ്യുന്നത്. 1 മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത്. 1 മണിയൊക്കെ ആവുമല്ലേ രാത്രി കിടക്കും. അപ്പം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, അവരുടെ ആ ഒരു എഫേർട്ടിനെ മാനിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും. അപ്പോൾ ആ ഒരു ക്ഷമ ദയവ് ചെയ്ത് എല്ലാ പ്രേക്ഷകരും കാണിക്കണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റിയോട് കൂടി ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട്. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഒരു 8-inch 3-way ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സും കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 6-inch 3-way ബുക്ക് ഷെൽഫാണ്. അത് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചത്. അപ്പോൾ ഇതാണ് ബുക്ക് ഷെൽഫ് പാറ്റേണിലുള്ള സ്പീക്കർ അല്ലേ? 8-inch ബുക്ക് ഷെൽഫ് പാറ്റേണിൽ വരുന്ന. ഈ ബുക്ക് ഷെൽഫ് എന്ന് പേര് വരാൻ കാര്യം എന്താണ്? ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സൈസിൽ ഈ ടോണുകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കാൻ പറ്റുന്ന ഒരു ഇത്. അതായത് ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സെറ്റപ്പിൽ ഇരുന്ന് കേൾക്കാനുള്ളതാണ്. അപ്പോൾ എപ്പോഴും കോമ്പാക്ട് സൈസ് ആയി, ഒരുപാട് സൈസി ആയി പോകരുത്. ഇതിപ്പോൾ ബുക്ക് ഷെൽഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ബുക്ക് ഷെൽഫ് എന്ന് പറയാം. വളരെ ക്ലോസ് ആയിട്ട് ഒരു റൂമിലേക്ക് വെക്കാവുന്ന ഒരു സെറ്റപ്പിലാണ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു പേരിൽ പറയുന്നത് മാത്രമല്ല അല്ലേ? ഓക്കെ. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അവതരിപ്പിച്ച ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. സൗണ്ട് വേവ് ഓഡിയോസിൻ്റെ അവരുടെ പോർട്ട്ഫോളിയോസ് അവരുടെ യൂട്യൂബ് ചാനലായ സൗണ്ട് വേവ് ഓഡിയോസിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം ഇതുപോലെ പുതുമയുള്ള മറ്റൊരു പങ്ക്തിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താങ്ക് യു.